രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാവുകയാണ്. വിവിധ രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നടത്തുമ്പോൾ വിവിധ ആളുകളാണ് അതിനകത്ത് രക്തസാക്ഷികളാകുന്നത്. ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും നിരവധി നേതാക്കളും ഇല്ലാതാവുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. കാരണം അമേരിക്കയുടെ അതിർത്തിയിലേക്ക് റഷ്യ അവരുടെ ബോംബുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ നമ്മുടെ ഇന്ത്യയിലടക്കം അനുഭവിക്കേണ്ടി വരുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സത്യം നമ്മൾ ഇനിയും മനസ്സിലാക്കണം. കാരണം കടുത്ത ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ വലിയ യുദ്ധങ്ങളിലേക്കുമാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമാകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം റഷ്യൻ ബോംബുകൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ റഷ്യൻ ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമ മേഖലയിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് അലാസ്കർ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡർ അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ Tu-95MS ബോംബറുകൾ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം പറക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. Su-35 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ബോംബറുകൾ എത്തിയത്. ഈ സംഭവം അമേരിക്കൻ സൈന്യത്തിൽ വലിയ ആശങ്കകൾ ഉളവാക്കിയിട്ടുണ്ട്. റഷ്യയുടെ സൈനിക ശക്തിയെ പ്രതിനിധീകരിക്കുന്ന Tu-95MS ബോംബറുകൾ അമേരിക്കയിലെ സുപ്രധാന മേഖലകൾക്ക് സമീപമാണ് കാണപ്പെട്ടത്. ഇതോടെ അമേരിക്കൻ പ്രതിരോധ സേന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ അതിർത്തിയോട് അടുത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘട്ടനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാകുമെന്നും അടിവരയിടുന്നതാണെന്നും പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുകയും ചെയ്തു. ദീർഘദൂര ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള കഴിവുകൾക്ക് പേരുകേട്ടവയാണ് റഷ്യൻ Tu-95MS ബോംബറുകൾ. ഇവയ്ക്ക് വളരെ ദൂരത്തേക്ക് മിസൈലുകൾ പായിക്കാൻ കഴിയും. റഷ്യയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ US സൈന്യം ജാഗ്രത പുലർത്തുന്നുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ലെങ്കിലും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ്. ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉയർത്തിയ സമീപകാല സൈനിക സംഘങ്ങളുടെ പട്ടികയിലേക്കാണ് ഈ സംഭവം എഴുതി ചേർക്കപ്പെടുന്നത്.